13 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യം ഒക്ടോബർ 27 എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞപ്പോൾ എന്താണ് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്? തൊലിക്കട്ടിയുണ്ടെന്നറിയാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ നെഞ്ചുംകൂട് ലോഹക്കൂടാണെന്ന് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഒരു വികസനമില്ല, എല്ലാം 50 വർഷം മുമ്പുള്ള കാര്യങ്ങളേ ഉള്ളൂ. യാഥാർത്ഥ്യമല്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത് ഡൽഹിയിലാണ്, പക്ഷെ ഒന്നുള്ളത് പുതുപ്പള്ളിയില്ല. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ മന്ത്രി വന്നു, ആ മന്ത്രി തിരിച്ചയച്ചു. ഈ ഗവൺമെൻറ് ചെയ്തിയ പണി ചെയ്യാതെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത് ചില കുഴപ്പം കുട്ടികളുടെ ഒരു രീതിയുണ്ടോ സ്കൂളിൽ, അതേ പരിപാടിയാണ് സർക്കാർ കാണിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം എന്തായാലും ആരാണെങ്കിലും അംഗീകരിക്കണം. എൻ്റെ പിതാവ് മരിച്ച ദിവസമാണ് എന്നെ എൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. വേറെ ദിവസമായിരുന്നു എനിക്ക് വിഷമം ഉണ്ടാവില്ല. ആ വിഷമം പോലും ഞാൻ പ്രകടിപ്പിച്ചില്ല, കാരണം പാർട്ടിയാണ് വലുത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധി ഗ്രൂപ്പ്. എൻ്റെ പിതാവ് തെറ്റിദ്ധരിക്കപ്പെട്ടു. അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആക്ഷേപം വന്നപ്പോഴും അദ്ദേഹം മിണ്ടിയില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമാണ് പുറത്തു പറയലെന്ന്. നിവേദനമൊന്നുമല്ല, ഒരു കാര്യം പറഞ്ഞു, അത് കാര്യം ആരും അറിയരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവരുടെ തന്നെ അത് ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ മായച്ചു. അതിനെ വേറൊരു തരത്തിൽ വക്രീകരിച്ചു. അപ്പം നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടിക്ക് വരുമ്പോൾ, ഗസ്റ്റായിട്ട് അദ്ദേഹം വരുമ്പോൾ, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. CPM നേതാവ് മാത്രമല്ലല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി കൂടിയാണ്. ആ ആദരവ് ഞാൻ കാണിക്കണ്ടേ? എനിക്ക് CPM അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല പാർട്ടികളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അത് രാഷ്ട്രീയമാണ്. വ്യക്തിപരമായ നിലയിൽ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിൽ ഞാൻ എന്നും ഉറച്ചു നിന്നിട്ടുണ്ട്. ആമ വളർത്തൽ കേന്ദ്രമാണോ BJP കാണിക്കാനുള്ളത്? ഇവിടെ അവരുടെ മുൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശ്രീധരൻ സാർ, അദ്ദേഹം ഇവിടെ ഹൈ സ്പീഡ് കോറിഡോർ തുടങ്ങാൻ വേണ്ടി ഓഫീസ് തുറന്നു വെച്ചപ്പോൾ ആമ വളർത്തൽ കേന്ദ്രം പ്രഖ്യാപിച്ച മന്ത്രിസഭയുടെ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക. ഉമ്മൻചാണ്ടിയെ പോലെ ആകുവാൻ ലോകത്തിൽ എനിക്കെന്തായാലും പറ്റത്തില്ല. ഞാൻ എന്നെ തന്നെ ഈക്വേറ്റ് ചെയ്യുന്ന ഭരതനോടായിരിക്കും. ഭരതന് ഒരിക്കലും രാമനാവാൻ സാധിക്കത്തില്ല എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ഒരാളാണ്. നമസ്കാരം. റിപ്പോർട്ടർ ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം. നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ ഇപ്പോഴും നിൽക്കുകയാണ് മലയാളികൾ എന്ന് തോന്നുന്നു. ഏറ്റവും ഒടുവിൽ വീണ ജോർജിനെതിരെ, മന്ത്രിക്കെതിരെ കണ്ണൂരിലുണ്ടായ പ്രതിഷേധം, അതിന് പിന്നാലെ ഉണ്ടായ സംഭവവികാസങ്ങൾ, അതിൻ്റെയൊക്കെ സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടിക്ക് നേരെ കണ്ണൂരിലുണ്ടായ ഒരു ആക്രമണം, അതാണ് എല്ലാവരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹം എങ്ങനെ അതിനോട് പ്രതികരിച്ചു, അതാണ് എല്ലാവരും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രാഷ്ട്രീയ ഔന്നത്യം പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം കൂടിയാണ് പലയിടത്തു നിന്നും വരുന്നത്. അല്ല, തീർച്ചയായിട്ടും അന്ന് വലിയ ഒരു പ്രക്ഷോഭമായിട്ട് മാറാൻ സാധിക്കുമായിരുന്നു ആ ഇഷ്യൂ. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായി അന്ന് നിലപാടെടുത്തിരുന്നു. പ്രസംഗത്തിലും ആ നിലപാടെടുത്തിരുന്നു. ഒപ്പം അന്നത്തെ CPM സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതിനെ സ്വാഗതം ചെയ്തു. റിക്കൺസിലേഷൻ നമ്മൾ തയ്യാറാണ്, വയലൻസ് വേണ്ട എന്നുള്ള നിലപാട് പറയുകയും ചെയ്തു. മാത്രമല്ല, ഹർത്താൽ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞവരോട് ഒരു കാരണവശാലും സമ്മതിച്ചില്ല. ഒരു സമരം പോലും നടക്കില്ലെന്ന് അദ്ദേഹം കൃത്യമായി ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ സമരം നടക്കുകയും അക്രമം നടക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഖേദകരമായിട്ടുള്ള കാര്യം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇലക്ഷൻ വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊരു ആവശ്യമില്ലാത്തൊരു പ്രശ്നമായിട്ട് ഞാൻ കരുതുകയാണ് ഈ ഒരു അവസരത്തിൽ. ആരോഗ്യമേഖലയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി നമ്മൾ അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും. ആ പ്രതിഷേധം പോലും അനാവശ്യമാണ്, മന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതാണെന്നാണ് മറുഭാഗത്തു നിന്ന്, ഭരണപക്ഷത്തു നിന്ന് വരുന്ന ആക്ഷേപം. നമുക്കതിനകത്ത് വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ എവിടെങ്കിലും ഒരു തുണി പോലും എറിയുന്നത് കാണുന്നുണ്ടോ? അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൊട്ടസ്റ്റിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതേ മന്ത്രി നടന്ന് പ്ലാറ്റ്ഫോം വരെ പോകുന്നുണ്ടല്ലോ. എന്തായാലും ഞാൻ അതിൻ്റെ സാങ്കത്യത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ, എങ്ങനെ അതിനുള്ള റിയാക്ഷൻ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ 13 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യം ഒക്ടോബർ 27 എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? എന്താണ് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്? തൊലിക്കട്ടിയുണ്ടെന്നറിയാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ നെഞ്ചുംകൂട് ലോഹക്കൂടാണെന്ന് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. കൃത്യമായി ഫോട്ടോ ഉണ്ട് ഇത് ഗ്ലാസ് പൊട്ടുന്നതിൻ്റെ. കൃത്യമായി അവിടെ കൂടിയിരിക്കുന്നത് ശ്രീ P. ജയരാജൻ്റെ നേതൃത്വത്തിലാണ്. അത് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, അവർ വടി ഉൾപ്പെടെ എറിയുന്നുണ്ട്, കല്ലെറിയുന്നുണ്ട്. അപ്പോൾ അത് നെഞ്ചും കൂടാണ്, ഒരു ഫേക്കാണ് എന്നാണ് പറയുന്നത്. ഇത്രയും കൃത്യമായി വീഡിയോ റെക്കോർഡിങ് ഫോട്ടോ ഉൾപ്പെടെ ഉണ്ടായിട്ട് പറയുന്നതാണ്.
പക്ഷെ എങ്കിൽ പോലും നമ്മളൊരു സമീപനമാണ് അവിടെ കാണിച്ചത്. ഈ സമീപനമാണ് ഭരണത്തിലിരിക്കുന്ന കക്ഷിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യൂഷ്വലി ഇങ്ങനെ സംഭവം ഉണ്ടായാൽ തന്നെ ഒരു കൈൻഡ് ഓഫ് പാസിഫൈങ് അപ്രോച്ച് ആയിരുന്നു ബെറ്റർ എന്ന് ഞാൻ കരുതുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷേ ഇടതുപക്ഷമായിരിക്കുന്ന സ്ഥിതിക്ക് അത് അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ പ്രതിഷേധങ്ങളോട് ഒരു ഭയങ്കര അസഹിഷ്ണുത കാണുകയാണോ? പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ അത് ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റില്ല എന്നതാണോ ഒരു മാനസികാവസ്ഥ? അത് തീർച്ചയായിട്ടും ഈ നമ്മുടെ മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടത് എന്താ, ഒരു പാർട്ടിയുടെ കൊടി അത് കറുപ്പായി മാറിയിരിക്കുന്നു. ആ കറുപ്പ് കൊടിയാണ് ഇപ്പോൾ അവരുടെ കൊടി, ത്രിവർണ്ണമല്ല എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. പക്ഷെ മാഡം ഓർക്കേണ്ട കാര്യം, 5 വർഷക്കാലത്തെ സമരങ്ങൾ മറന്നുപോയി. സെക്രട്ടേറിയറ്റ് വളഞ്ഞും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞും ആൾക്കാരെ രാപ്പകൽ സമരം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഒരു വഴി നടത്താൻ സമ്മതിക്കാതൊക്കെ നടത്തിയ സമരങ്ങൾ കേരളം മറന്നിട്ടില്ല. അപ്പോഴാണ് ഒരു കരിങ്കൊടി കാണിക്കുന്നത്, അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ഇടുന്നത്. ഓർമ്മയുണ്ടെന്നറിയാം, ഞാനൊരു കറുത്ത വസ്ത്രം എടുത്തിരുന്നത് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ദിവസം. അങ്ങനെ കേരളം മൊത്തം പ്രതിഷേധം നടന്നു. അവിടെയൊക്കെ പ്രതിഷേധക്കാരെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന പേരിൽ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും അടിച്ചും അവരെ ആശുപത്രിയിലാക്കും, അവരുടെ ജീവിതം അവിടത്തിലാക്കിയാണ് നേരിട്ടത്. അവിടെയാണ് ഈ തരത്തിൽ ഈ സർക്കാരിൻ്റെ 9-10 വർഷക്കാലത്തിനിടയിൽ ഒരു പോസിറ്റീവ് അപ്രോച്ചല്ല, ഒരു നെഗറ്റീവ് മൈൻഡിലാണ് കാര്യങ്ങൾ അവർ സമീപിക്കുന്നതെന്ന് വളരെ ദുഃഖകരമായി പറയേണ്ടിയിരിക്കുന്നു. പ്രതിഷേധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ചാണ്ടി ഉമ്മൻ്റെ പ്രതിഷേധങ്ങൾ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ഒറ്റയാൾ പ്രതിഷേധം, കുത്തിയിരുന്ന് പ്രതിഷേധിക്കാറുണ്ട്. റോഡരികിൽ പോലും ഈ പറഞ്ഞതുപോലെ കറുത്ത വസ്ത്രം ധരിച്ചൊക്കെ പ്രതിഷേധിക്കുന്നത് കാണാറുണ്ട്. പാർട്ടി ഒരു പ്രതിഷേധം ആഹ്വാനം ചെയ്താലും മറുഭാഗത്ത് ചാണ്ടി ഉമ്മൻ മറ്റൊരു തരത്തിലുള്ള പ്രതിഷേധം അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അല്ല, ഞാനങ്ങനെ പാർട്ടിക്ക് വിഭിന്നമായി നിന്ന് ചെയ്യുന്നതല്ല. ഇപ്പം അന്ന് കറുത്ത വസ്ത്രം എടുത്തതിൻ്റെ കാരണം ഞാൻ പറയാം. അന്ന് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ പാർട്ടിയുടെ സമരമുണ്ടായിരുന്നു. പാർട്ടിയുടെ സമരമുണ്ടായിട്ട് ഞങ്ങളുടെ KPC പ്രസിഡന്റ് നേരെയും പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വേദിയിലേക്ക് ഗ്രനേഡ് അടിക്കുകയാണ്. എന്താ കാരണം? ഒന്നുമില്ല, സമാധാനപരമായി ചർച്ച അല്ലെങ്കിൽ പ്രസംഗം നടത്തുന്ന, ധർണ നടത്തുന്ന ഒരു വേദിയിലേക്കാണ് അടിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുകയാണ്. എന്താ പറയുക, നിഴൽ മുഖ്യമന്ത്രി എന്ന് ഞാൻ പറയും. അങ്ങനെ ഈ പാർലമെൻ്ററി സ്റ്റാൻഡേർഡ്സ് വെച്ച് അങ്ങോട്ടാണ് ഇത് ചെയ്യുന്നത്. MP മാരിരിക്കുന്നു, MLA മാരിരിക്കുന്നു. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് അത് ചെയ്യുന്നത് അത് ആർക്കും അറിയില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയെ അയാൾ കറുത്ത ഉടുപ്പ് ഇട്ടെന്ന് പറഞ്ഞ് ആ വഴി നടക്കാൻ സമ്മതിക്കാതെ വന്നു. അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ മണ്ഡലത്തിലെ ആൾക്കാരെ കറുത്ത ഉടുപ്പിട്ടെന്ന പേരിൽ ഒരു മെമ്പർ അടക്കം ജയിൽ പിടിച്ചിട്ടു. എല്ലാ സീമകളും ലംഘിച്ചപ്പോഴാണ് ഈ ഒരു പ്രതിഷേധം എങ്കിലും നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് കടന്നു ചെന്നത്. അതല്ലാതെ പാർട്ടിയോട് ചേർന്ന് തന്നെയാണ്. അത് പാർട്ടി നേതാക്കളെ ആക്രമിച്ചത് പ്രതിഷേധിച്ചും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം തടഞ്ഞത് പ്രതിഷേധിച്ചുമാണ്. അത് ഗാന്ധിയൻ മാർഗമാണ്. ആ ഗാന്ധിയൻ മാർഗത്തിലൂടെ ഞാൻ പലതവണ 3 പ്രാവശ്യം അതുപോലെ തന്നെ സമരം ചെയ്തിട്ട് നമ്മുടെ വയനാട്ടിലെ പൂക്കോട്ട് കോളേജിലെ ഇൻസിഡൻറ്റ് വന്നപ്പോഴും അതുപോലെ തന്നെ പല ഇഷ്യൂസ് വന്നു. പ്രത്യേകിച്ച് എൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്തിട്ട് പണി പൂർത്തിയായിട്ടില്ല. പണി വർഷങ്ങളായി നിൽക്കുക, 9 വർഷമായിട്ട് നിന്ന് നിൽക്കുക. എന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തുക, എന്നിട്ട് പുതിയ പണിയുടെ തുടങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഞാൻ പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ മണ്ഡലത്തിലെ വികസനം സത്യം പറഞ്ഞാൽ ഈ 10 വർഷമായി സ്റ്റാഗ്നൻ്റായിട്ട് കിടക്കുകയാണ്. പല തവണ കാര്യങ്ങൾ ഇപ്പം വലിയ ആവേശത്തോടെ ഇന്ന് BJP-ക്കാർ കുറേ പത്രസമ്മേളനമൊക്കെ നടത്തുന്നുണ്ട്. നാളെന്തോ മാർച്ചിലേക്ക് വരികയാണ്. പക്ഷെ അവർ സമരം നടത്തേണ്ട ആരുടെ വീട്ടിലോട്ടാ? മുഖ്യമന്ത്രി വീട്ടിലോട്ടാ. കാരണം പുതുപ്പള്ളിയുടെ വികസനത്തെ തടഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ഇവിടെ പാറക്കടവ് പാലം എന്ന് പറഞ്ഞ പാലമുണ്ട്. ആ പാലം ഉമ്മൻചാണ്ടി സർക്കാർ പില്ലർ വരെ എത്തിച്ചു. 9 വർഷം അങ്ങനെ നിൽക്കുകയാണ്. പലതവണ ഞാൻ MLA ആയതിനു ശേഷം ആവശ്യം ഉന്നയിച്ചു, സർക്കാർ ചെയ്തിട്ടില്ല. കമ്പനിക്കടവ് പാലം ഏറ്റവും ക്ലോസിംഗ് സ്റ്റേജിലാണെന്നെങ്കിലും പറയാം, പക്ഷെ എപ്പോഴും പൂർത്തിയായിട്ടില്ല. വർഷങ്ങളായി നടക്കുകയാണ് പണി. അതെന്തുകൊണ്ടായിരിക്കണം അങ്ങനെ പ്രതിപക്ഷ MLA-മാരുടെ അങ്ങനെ ഒരു സമീപനം? പ്രത്യേകിച്ച് ഇപ്പോൾ കിഫ്ബിയുടെ ഒക്കെ കാര്യം നേട്ടമായി എടുത്തു പറയുമ്പോൾ പ്രതിപക്ഷത്തിന് പോലും അത്തരത്തിൽ പണം കൊടുത്തിട്ടുണ്ട് കിഫ്ബി ഫണ്ട് വഴി എന്നാണ് പറയുന്നത് പല വികസന പദ്ധതികൾ. ഇപ്പം ഞാൻ 2 കാര്യമേ പറഞ്ഞുള്ളൂ. പിന്നെ ഉണ്ട് പാമ്പാടി വില്ലേജ് ഓഫീസ്. എൻ്റെ പിതാവ് MLA ആയിരിക്കുമ്പോൾ 2 മന്ത്രിമാർ, എപ്പോഴും 2 മന്ത്രിമാരെ വരുന്നത്. കാരണം MLA അധ്യക്ഷനാവാതിരിക്കാൻ, ലോക്കൽ MLA അധ്യക്ഷനാവാതിരിക്കാൻ 2 മന്ത്രിമാർ വരും. ഈ 2 മന്ത്രിമാർ വന്നിട്ട് കല്ലിട്ടത് 2 വർഷം കളഞ്ഞുപോയി. ഞാൻ MLA ശേഷം തിരിച്ചു കിട്ടി. അത് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞിട്ട് 1.5 വർഷമായി. അപ്പോൾ മിനിസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്ഥലമാണ് പാമ്പാടി, ഞങ്ങൾ ആ സ്മരണ നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ആ സ്മരണ അതേപോലെ അദ്ദേഹം മറന്നുപോയി. എന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് മണ്ണ് മാറ്റി തന്നിട്ടുണ്ട്, അതല്ല അതൊന്നും ചെയ്തില്ല. അപ്പം അവിടെ ഒന്ന് ഞാൻ പറഞ്ഞു, പുതുപ്പള്ളിയിലെ മുനിസിപ്പൽ സ്റ്റേഷൻ്റെ അവസ്ഥ ഇത്, പാമ്പാടി വില്ലേജ് ഓഫീസിൻ്റെ അവസ്ഥ ഇത്, ഞങ്ങളുടെ 2 പാലങ്ങളുടെ അവസ്ഥ ഇത്.
ഇതേപോലുള്ള അവഗണന ഞങ്ങളുടെ മണ്ഡലത്തോട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ വലിയൊരു ക്യാപ്സ്യൂൾ ഇറക്കുന്നുണ്ട്. എന്തെന്നറിയോ? ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഒരു വികസനവുമില്ല. എല്ലാം 50 വർഷം മുമ്പുള്ള കാര്യങ്ങളേ ഉള്ളൂ. യാഥാർത്ഥ്യമല്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത് ഡൽഹിയിലാണ്. പിന്നെ ഒന്നുള്ളത് പുതുപ്പള്ളിയിലുണ്ട്. പല 4-5 സംസ്ഥാനങ്ങളുടെ കൂടുതലുണ്ട്. പക്ഷെ ഒന്നുള്ളത് പുതുപ്പള്ളിയിലാണ്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ മന്ത്രി വന്നു. ആ മന്ത്രി തിരിച്ചയച്ചു. ഈ ഗവൺമെൻറ് ചെയ്തിയാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അത് 91 കൊണ്ടുവന്ന സ്ഥാപനമാണ്. 2015 അതിൻ്റെ കംപ്ലീഷനായി സോണിയാഗാന്ധി നാടിന് സമർപ്പിച്ചു. അവിടുത്തെ വികസനം ഇന്ന് ഞാൻ ഓൺലൈനായിട്ടൊരു ഉദ്ഘാടനം നടത്തി. അത് ലെക്ചർ ഹോളിൻ്റെയാണ്. എത്ര വർഷത്തിന് ശേഷം അറിയോ മാഡം? 9 വർഷം. 9 വർഷം എടുത്തത് പൂർത്തിയാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മണ്ഡലത്തിലുള്ള അവഗണനയാണ്. അസാപ്പ് ഇതേപോലെ എൻ്റെ ഫാദർ മരിച്ചതിന് ശേഷമാണ് അത് പൂർത്തിയായത്. അസാപ്പിൻ്റെ പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ലോൺ എടുത്ത് 250 കോടിയാന്ന് തോന്നുന്നു ലോൺ എടുത്ത് കേരളത്തിൽ കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴത്തേക്ക് സർക്കാർ മാറി. എന്ത് പറ്റി? ഏറ്റവും അവസാനം പൂർത്തിയാക്കിയ അസാപ്പ് പാമ്പാടിയാണ്. ഈ പുതുപ്പള്ളിയോടുള്ള ഈ അവഗണന അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ ഒരു വികസനമില്ലായ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് അത് മനസ്സിലാകുന്നുണ്ടോ പുതുപ്പള്ളിക്കാർക്ക്? ചാണ്ടി ഉമ്മൻ വികസനം കൊണ്ടുവന്നില്ല എന്ന പേരിൽ കൂടി അത് പ്രചരിപ്പിക്കില്ലേ? അത് അവർ പറഞ്ഞോട്ടെ. പക്ഷെ സത്യം എന്താണെന്നുള്ളത് എൻ്റെ ജനങ്ങൾക്കറിയാം. അതാണ് അവർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം. എല്ലാ ജില്ലാ പഞ്ചായത്ത്, എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു പഞ്ചായത്ത് മാത്രം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഭൂരിപക്ഷം ആർക്കും കിട്ടിയില്ല. BJP-യുടെ പോലും മാറി നിന്നുകൊണ്ടാന്ന് തോന്നുന്നു മറ്റേത് കിട്ടിയത്. എന്തായാലും 7 പഞ്ചായത്ത് ഞങ്ങൾക്കാണ്. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. കാരണം പുതുപ്പള്ളിയോട് കാണിക്കുന്ന നിങ്ങൾ അവിടെ വരണം. തോട്ടയ്ക്കാട് പെരുമനിച്ച് റോഡെന്ന് പറഞ്ഞ റോഡുണ്ട്. ചങ്ങനാശ്ശേരി വരെ അത് നന്നായിട്ടുണ്ട്. ചങ്ങനാശ്ശേരി കഴിഞ്ഞാൽ നന്നാക്കില്ല. പുതുപ്പള്ളി കയറുമ്പോൾ നന്നാക്കില്ല. ഞാൻ പറഞ്ഞു മടുത്തു. ഇപ്പോൾ അവസാനം 2 ദിവസത്തിനുള്ളിൽ തുടങ്ങാൻ പോവുകയാണ്. എന്നാണ് നോക്കണം. എത്രയോ വർഷം 2-2.5 വർഷമായി. കോട്ടയത്ത് നിന്ന് വരുമ്പോൾ കോട്ടയം വരെ റോഡ് ടാർ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം PWD സെക്രട്ടറി കണ്ടപ്പോൾ ഇത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പുതുപ്പള്ളി വരുമ്പോൾ ഒരു അവഗണന വരുന്നു. അദ്ദേഹം നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ലേറ്റായി. ഈ റോഡിൻ്റെ കാര്യത്തിൽ വളരെ ഖേദകരമാണ്. പലയിടത്തും ഞങ്ങൾ സമരം ചെയ്യേണ്ടി വന്നു. ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളിറങ്ങി കോൺക്രീറ്റ് ചെയ്തു. മറ്റൊരു റോഡ് ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് പണി തുടങ്ങിയത്. പുതുപ്പള്ളി പഞ്ചായത്തിന് താഴെ കൂടെ കിടക്കുന്ന റോഡ്. ഇന്ന് ദിവസവും സമരം മാത്രമാക്കി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾക്ക് എന്നും ഒരു കോൺഫ്രൺട്രേഷൻ രാഷ്ട്രീയത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് ആണ് വേണ്ടത്. അതിനകത്ത് ഉദ്യോഗസ്ഥരും കൂടി കുറച്ച് സഹകരിക്കാനുള്ളതാണ്. അത് സർക്കാരിനെ മൊത്തത്തിൽ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ഉദ്യോഗസ്ഥരുടെ സഹകരണമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. നമ്മുടെ വിഴിഞ്ഞമൊക്കെ കാണുകയായിരുന്നു ഇതുപോലെ തന്നെ. വിഴിഞ്ഞം എങ്ങനെയാണ് പദ്ധതി ഉണ്ടായത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അവിടെയും ഉദ്ഘാടന സമയത്ത് ഒരു ക്രെഡിറ്റ് തർക്കം കാണുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ പോലും വെക്കാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ അവിടെ ഒരു ക്രെഡിറ്റ് നൽകുന്നതിന് പോലും വലിയൊരു വൈമനസ്യം കാണും. അല്ല, അതിൻ്റെ ഉദ്ഘാടനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ? കൃത്യമായി ആരൊക്കെ വേണം പ്രസംഗിക്കാൻ എന്നുള്ളത് തീരുമാനമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പറയാത്ത എല്ലാവരും വിളിച്ചു. ഇപ്പം കരൺ അദാനി അദ്ദേഹം പ്രസംഗിച്ചപ്പോഴൊക്കെ ആരുടെ പേര് പറഞ്ഞു? എൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞു. കരൺ അദാനി അന്ന് പ്രസംഗിപ്പിച്ചിട്ടില്ല. ബാക്കി എല്ലാ സമയത്തും പുള്ളി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയും. പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി അത് ഈ സർക്കാരിൻ്റെ മുഖമുദ്രയാണ്. അത് കൊച്ചി മെട്രോയുടെ കാര്യം പറയുന്നു. ഇവർ നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. നടപ്പിലാക്കാൻ എത്ര സമയം കിട്ടിയത് 3 മാസമാണേ. മെയിൽ അധികാരത്തിൽ കയറിയവർ സെപ്റ്റംബറിൽ ഉദ്ഘാടനം നടത്തിയോ? അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം പണി ചെയ്തു? അപ്പോൾ പണി ചെയ്യാതെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത് ചില ഉഴപ്പം കുട്ടികളുടെ ഒരു രീതിയുണ്ടോ സ്കൂളിൽ? ഇപ്പോൾ അവസാനം എന്തെങ്കിലും ഒരു അവസരം കിട്ടും, അപ്പം മോണിറ്ററാവും. അതിൻ്റെ അങ്ങനെയുള്ള ചില തരികിട പരിപാടിയായിട്ട് നടക്കുന്ന അതേ പരിപാടിയാണ് സർക്കാർ കാണിക്കുന്നത്. എന്നിട്ട് പേര് പിന്നെ ആരെയും പറയാൻ പാടില്ല. അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് അന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല ആ പരിപാടിക്ക്. അങ്ങനെ വളരെ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് എല്ലാ ക്രെഡിറ്റും വേണം, പക്ഷെ ഞങ്ങളൊരു പണിയും സമ്മതിക്കത്തില്ല എന്നുള്ളൊരു അപ്രോച്ചുമായി നടക്കുന്ന ഇടതുപക്ഷം ഇപ്പോൾ നോക്കിയോ, ഒരു 2 മാസം കഴിയുമ്പോൾ ഇവിടെ സമരങ്ങളുടെ പരമ്പരയായിരിക്കും. രാവിലെ തൊട്ട് സമരമായിരിക്കും. അന്നത്തെ മുഖ്യമന്ത്രിയെ ഇതേപോലെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കെ കരുണാകരനോട് ചെയ്തു, AK ആന്റണിയോട് ചെയ്തു, ഉമ്മൻചാണ്ടിയോടും ചെയ്തു. ഈ 3 മുഖ്യമന്ത്രിമാരോടും ചെയ്തത് കേരളം കണ്ടിട്ടുണ്ട്. കെ കരുണാകരൻ കൊണ്ടുവന്ന നെടുമ്പാശ്ശേരി, ആ നെടുമ്പാശ്ശേരിക്കെതിരെ എന്തൊക്കെ ആരോപണം പറഞ്ഞു. ഇവിടെ ഈ നഗരത്തിലാണല്ലോ നമ്മളുള്ളത്. ഇവിടുത്തെ സ്റ്റേഡിയം കെ കരുണാകരൻ കൊണ്ടുവന്നേ. ആ സ്റ്റേഡിയത്തിൻ്റെ പേരിൽ എന്തൊക്കെ ആരോപണം പറഞ്ഞു. അവസാനം എന്തായി? ക്രെഡിറ്റ് എടുക്കാനായി അപ്പോഴും വന്നു. ഭരണമാറ്റം ഉണ്ടാവുമെന്ന് താങ്കൾ ഉറപ്പിക്കുകയാണ്? ഉറപ്പിക്കാമല്ലോ. ജനം തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ ഇപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്.
ഈ വീണ ജോർജ് മിനിസ്റ്ററിൻ്റെ പേരിലുള്ള സമരം എന്താ? അവർക്കുള്ള ഫ്രസ്ട്രേഷനാണ്. ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടപ്പോഴുള്ള ഫ്രസ്ട്രേഷൻ്റെ ഫലമാണ് ഈ സമരങ്ങളെല്ലാം. അപ്പോൾ പരാജയത്തിലേക്ക് അവർ കാൽ വെച്ച് കഴിഞ്ഞു. ഇനി കുഴി വെട്ടിയ അത്രത്തോളം എളുപ്പമായിരിക്കുമോ? കാരണം പല സർവേകളും വരുന്നുണ്ട്, അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഒരു നെക്ക് ആൻഡ് നെക്ക് മത്സരമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കനകോലുവിൻ്റെ റിപ്പോർട്ട് എന്ന രീതിയിൽ പല രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിലൊക്കെ തന്നെയും LDFും UDFും ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് നെക്ക് ആൻഡ് നെക്ക് എന്ന് പറയുമ്പം CPMൻ്റെ ആഗ്രഹത്തിൽ നെക്ക് ആൻഡ് നെക്ക് ആയിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു മാധ്യമത്തിൽ ഒരു റിപ്പോർട്ട് കണ്ടു. അപ്പോൾ എന്താണ് റിപ്പോർട്ട്? പുതുപ്പള്ളിയിൽ CPMന് 14,000, അതായത് കോൺഗ്രസ്സിന് 14,000 വോട്ട് മാത്രമേ ലീഡുള്ളൂ. അപ്പം ഞാൻ ഈ പത്രക്കാരനെ വിളിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ? അത് CPMൻ്റെ അവകാശവാദമാണ്, 14,000 വോട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അത് എന്ത് അവകാശവാദം ആര് പറഞ്ഞാലും യാഥാർത്ഥ്യത്തിൽ മാറാൻ പറ്റുമോ? ഇല്ല. കാരണം ബ്ലോക്ക് പഞ്ചായത്തിൽ 25,000 വോട്ടിൻ്റെ ലീഡാണ് കോൺഗ്രസ്സിനുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ ലീഡ് എണ്ണിയാൽ ജില്ലാ പഞ്ചായത്തിൽ 30,000 പരമാണ് വോട്ടിൻ്റെ 30,000 പരം വോട്ടിൻ്റെ ലീഡാണ് UDF സ്ഥാനാർത്ഥിക്കുള്ളത്. പക്ഷേ CPMൻ്റെ അവകാശവാദം 14,000. ആ അവകാശവാദമാണോ റിയാലിറ്റി ആയിട്ട് പറയാൻ പറ്റുന്നത്? അപ്പോൾ CPMന് ചില ആഗ്രഹങ്ങൾ കാണും കേരളത്തെക്കുറിച്ച്. ആ ആഗ്രഹം അവരുടെ അവകാശവാദം മാത്രമാണ്. റിയാലിറ്റി ഈസ് ഡിഫറെൻ്റ് എന്നുള്ളത് ഫെയർ ഇലക്ഷനിൽ അത് തെളിയും. എത്ര സീറ്റ് പ്രതീക്ഷിക്കാം UDF? 100-ൽ പരം സീറ്റ്. നമ്മുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് 100-ൽ പരം സീറ്റ് ലഭിച്ചിരിക്കും. എനിക്കതിലാണ് പൂർണ്ണ വിശ്വാസം. നമ്മൾ പറയുകയാണെങ്കിൽ പലപ്പോഴും സീറ്റ് വിഭജനം അല്ലെങ്കിൽ സീറ്റ് നിർണ്ണയം, സ്ഥാനാർത്ഥി നിർണ്ണയം, ഇതിലൊക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് കോൺഗ്രസിലെന്ന് പറയാറുണ്ട്. അങ്ങനെ തർക്കങ്ങളില്ലാണ്ട് ഇത് സീറ്റ് നിർണ്ണയം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നു? 100% കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് എങ്ങനെയാണോ എൻ്റെ തെരഞ്ഞെടുപ്പ് ജയിച്ചത്, എങ്ങനെയാണോ തൃക്കാക്കര ജയിച്ചത്, എങ്ങനെയാണോ ബാക്കിയുള്ള ഉപതെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ജയിച്ചത്, നിലമ്പൂർ ജയിച്ചത്, അതുപോലെ ഈ തെരഞ്ഞെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് അപ്പുറം മുൻപുള്ള കാര്യങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ്. തീർച്ചയായും പല വിഷയങ്ങൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമല്ലോ. അതിൽ സ്വർണ്ണക്കൊള്ള ഒരു വിഷയമാകുമെന്ന് പറയുന്നു. ആ സമയത്തും UDFിനെ പ്രതിരോധത്തിലാക്കുന്ന UDF കൺവീനർക്കെതിരായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെ. മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ട്. അങ്ങനെ പല രീതിയിൽ UDFിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ കൂടിയുണ്ട്. UDF കൺവീനറിനെതിരെയുള്ള ആരോപണം വന്നെന്ന് വെച്ചു. UDF ആണോ ഭരിക്കുന്നത്? UDF പറയുന്ന ദേവസ്വം ബോർഡാണോ ഉള്ളത്? UDFിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണോ പത്മകുമാറും അതുപോലുള്ള മറ്റുള്ള ജയിലിൽ കിടന്നവരൊക്കെ? UDFിൻ്റെ സർക്കാരാണോ അവർക്ക് ജാമ്യം കൊടുത്തത്? UDFിൻ്റെ സർക്കാരാണോ പോറ്റിക്ക് ജാമ്യം കൊടുത്തത്? അല്ലല്ലോ. അപ്പോൾ ഒരു വശത്ത് എന്താ പറയുക, വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും വേട്ടയാടപ്പെടുന്ന ആളോടൊപ്പം ഓടുകയും ചെയ്യുക, ആ ഒരു തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? യാതൊരു സംശയമുണ്ടോ? ഈ ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചത് ഏത് കാലത്താണ്? UDFിൻ്റെ ആണോ? അതാണ് ചോദ്യം. നമ്പർ 1 ചോദ്യം. ഏത് കാലത്താണ് ശബരിമല കൊള്ളയടിക്കപ്പെട്ടത്, സ്വർണം കൊള്ളയടിക്കപ്പെട്ടത്? UDFിൻ്റെ അല്ല, LDFിൻ്റെ കാലത്താണ്. അത്രയും ക്ലിയർ ആണല്ലോ. വർഷത്തിൻ്റെ കാര്യത്തിൽ ഡൗട്ടില്ലല്ലോ. അന്ന് ഉമ്മൻചാണ്ടി അല്ലല്ലോ മുഖ്യമന്ത്രി, അന്ന് KC വേണുഗോപാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലല്ലോ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളിയായിരുന്നു, ഇന്ന് വാസവൻ സാറാണ്. അങ്ങനെ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും UDFിൻ്റെ കാലഘട്ടത്തിലല്ല. ഇപ്പോൾ UDFിന് എന്താ റോള്? ഇപ്പം ശബരിമല പറയുന്ന സ്ഥലം, ആ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മേൽശാന്തിയോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആളെന്ന രീതിയിൽ പരിചയപ്പെടുമ്പോൾ നമ്മൾ ആരാണെങ്കിലും നമ്മൾ ഇടപെടത്തില്ലേ? നമ്മൾ ആരാണെങ്കിലും ഇടപെടുകയും നമ്മളിപ്പം അനുഗ്രഹം മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടല്ലേ ഒരു മനുഷ്യനെന്നല്ലേ. നമുക്കറിയാമോ ഈ പോറ്റി എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ ഒരാളായിരിക്കാമെന്ന്? എവിടെ ഒഫൻസ് വരുന്നത്? പോറ്റിയോട് ചേർന്ന് ഈ സ്വർണം കൊള്ളയടിക്കുന്നിടത്താണ് ഒഫൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെൻസറിയ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരു ഒബ്ജക്ഷൻ ഉള്ളത്, ഒബ്ജക്റ്റീവ് ഉള്ളത്? അവിടെ ഒരു ഒബ്ജക്റ്റീവ് വന്നു, അവിടെയാണ് പ്രശ്നം. അല്ലാതെ ഒബ്ജക്റ്റീവ് ഇല്ലാതെ ഒരാളെ പരിചയപ്പെടുന്നു, ഒരാൾ ഇപ്പം സോളാറിൻ്റെ കേസ് തന്നെയാണല്ലോ. ഇവർക്ക് ആർക്കെങ്കിലും അറിയോ ഇവരാരാണെന്നുള്ളത്? പക്ഷേ അവരോട് ചേർന്ന് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കല്ലേ ഉത്തരവാദിത്വം വരത്തുള്ളൂ. ഇത് വെടക്കാക്കി തനിക്കാക്കുന്ന പോലാണ്. ഇത് എല്ലാ ക്രെഡിറ്റും എടുക്കാനുള്ള ശ്രമം കൂടിയാണ് ഇതിൻ്റെത്. നമ്മൾ സോളാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അടുത്തിടെ വീണ്ടും അത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. താങ്കൾ നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ മന്ത്രി KB ഗണേഷ് കുമാർ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, ഉമ്മൻചാണ്ടിയാണ് തൻ്റെ കുടുംബജീവിതം തകർത്തത് എന്നൊക്കെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നതാണ് പിന്നീട് കണ്ടത്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ റിയാക്ഷനായിട്ട് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞതിനെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളുവാനായില്ല. പക്ഷേ യാഥാർത്ഥ്യമായി കേരള സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണ് ഈ യാഥാർത്ഥ്യം എന്നുള്ളത്. അതൊരിക്കലും
മറയ്ക്കാൻ സാധിക്കത്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യവിരുദ്ധമാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായി അടുപ്പമുള്ള ഇതിൽ പങ്കാളിയായിരുന്ന ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടി എഫേർട്ട് എടുത്ത ഷിബു ബേബി ജോൺ മന്ത്രി ആയിരുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതെന്താണെന്നുള്ളത്. ഞാൻ അതിൻ്റെ പേഴ്സണൽ വശത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വലിയ അടുപ്പം വെച്ചൊരു കുടുംബമാണ്. ബാലകൃഷ്ണൻ സാറിൻ്റെ ആൻറ്റിയുടെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, എൻ്റെ മാതാവും അവരും ഒക്കെ ഈ സാറ് ജയിലിൽ കിടക്കുമ്പോഴൊക്കെ വലിയ വിഷമത്തിലും ഞങ്ങൾ വലിയ പ്രാർത്ഥനയിലും ആ കുടുംബത്തിനോടൊപ്പം ഞാൻ ബാലകൃഷ്ണൻ സാറിനെ ഞാൻ പോയി ജയിലിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അടുത്ത ബന്ധം പുലർത്തിയ ഒരു കുടുംബമാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പറയപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇനി എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടോ ഇല്ലെന്ന് കോടതി പറയട്ടെ. ഞാൻ പറയുന്നില്ല, ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ജഡ്ജ് ചെയ്യപ്പെട്ട ആളാണ്. എൻ്റെ പേരിൽ ഒത്തിരി ആരോപണങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ സമൂഹത്തിന് മുന്നിൽ എന്നെ അധിക്ഷേപിക്കുകയും ഞങ്ങളുടെ കുടുംബത്തെ അധിക്ഷേപിക്കുകയും ഞങ്ങളൊരു ഈ പറഞ്ഞ ഇരുണ്ട കാലം, ഒരാൾ ഇരുണ്ട കാലമായിട്ട് നടക്കുന്നുണ്ടല്ലോ, ആ ഇരുണ്ട കാലത്തിലൂടെ ഞങ്ങൾ കടന്നുപോയെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇരുണ്ട കാലം ഞങ്ങളുണ്ടാക്കിയതല്ല, ഇവർ ഉണ്ടാക്കിയതാണ്. ഇവർ ഉണ്ടാക്കി എടുത്തൊരു കാലമാണ് ഇരുണ്ട കാലം. ആ ഇരുണ്ട കാലത്തിലൂടെ ഞങ്ങൾ കടന്നുപോയത് കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് ഞങ്ങൾ കൊടുക്കുകയില്ല. അത് കോടതി തീരുമാനിക്കട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ആക്ഷേപം ആറുപുറത്ത് പറയുന്നില്ല. അത് കോടതി പറയും. സത്യം എന്താണ് കള്ളം എന്താണെന്നുള്ള കോടതിയിലൂടെ തെളിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മളിപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞാലും ഏത് രീതിയിൽ ഇലക്ഷനെ കുറിച്ച് സമീപിക്കുമ്പോൾ അതിൻ്റെ പ്രചാരണത്തിലേക്കൊക്കെ പോകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരായാലും വലിയ രീതിയിൽ വികസനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ആ സമയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ 10 വർഷം അതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലവും താങ്കൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ജനങ്ങൾ ഏത് രീതിയിൽ വിലയിരുത്തുമെന്നാണ് തോന്നുന്നത്? ഒറ്റ ചോദ്യം മാത്രമുള്ള സർക്കാരിനോട് ബഹുമാനപ്പെട്ട ഉപപ്രതിപക്ഷ നേതാവ് അസംബ്ലി ചോദിച്ച ഒരു ചോദ്യം, നിങ്ങളുടെ കാലത്ത് തുടങ്ങി നിങ്ങളുടെ കാലത്ത് പൂർത്തിയാക്കിയ ഒരു പദ്ധതിയുടെ പേര് പറയും. സർക്കാരിന് ഇന്ന് വരെ അത് പറയാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കൊച്ചി മെട്രോ തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി, അതിൻ്റെ ട്രയൽ റൺ നടത്തിയത് ഉമ്മൻചാണ്ടി. ആ ട്രയൽ റണ്ണിന് 3, 4, 5 മാസത്തിന് ശേഷം അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ പദ്ധതി, അതിൻ്റെ പില്ലർ ഉയർന്നു. അതിൻ്റെ മെട്രോ ആദ്യമായി ഓടിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. കണ്ണൂർ എയർപോർട്ട് ഞങ്ങളുടെ കാലത്താണ് അതിൻ്റെ 90% വർക്ക് പൂർത്തിയായെന്ന് നിയമസഭയിൽ റെക്കോർഡുണ്ട്. വിഴിഞ്ഞം പദ്ധതി അത് തുടക്കമിട്ടു, അതിൻ്റെ വർക്ക് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു, പൂർത്തിയാക്കിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പൂർത്തിയാക്കിയത് ഈ സർക്കാർ 2019 പൂർത്തിയാക്കേണ്ടത് 7 വർഷങ്ങൾക്കിപ്പുറം പൂർത്തിയാക്കി. അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അതുപോലെ നിരവധി മെഡിക്കൽ കോളേജുകൾക്ക് തറക്കല്ലിടുവാനും തുടങ്ങുവാനും അത് പ്രവർത്തന സജ്ജമാക്കുവാനൊക്കെ പാലക്കാട് മെഡിക്കൽ കോളേജ് ഫോർ എക്സാമ്പിൾ, കോന്നി നമ്മൾ തുടങ്ങി, പക്ഷേ ഉദ്ഘാടനം എന്നുള്ളത് യാഥാർത്ഥ്യമായില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെ പല പദ്ധതികൾ തുടങ്ങാനും പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി പൂർത്തിയാക്കിയ ഒരു പദ്ധതി പറയാമോ? ഒന്നും പറയാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് നൽകിയ ഒരു സ്വീകാര്യത താങ്കൾക്കും നൽകുന്നുണ്ടെന്നാണ് പൊതുവിൽ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പുതുപ്പള്ളി നോക്കുമ്പോൾ ശരിക്കും ഉമ്മൻചാണ്ടിയുടെ കല്ലറ പോലും ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്കാണ് കാണുന്നത്. അത്രത്തോളം പല നാടുകളിൽ നിന്നുള്ളവരും ആ രീതിയിൽ വരുന്നുണ്ട്. ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു ഓർമ്മ ദിനത്തിലല്ല നമ്മൾ ഈ കാണുന്നത്, ഓരോ ദിവസവും അവിടെ എത്തുന്ന ജനങ്ങൾ. അങ്ങനെ ഇപ്പോൾ ഏത് നേതാക്കളായാലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഐഷ പോറ്റി അവിടെ വന്നിരുന്നു. അങ്ങനെ ഓരോ നേതാക്കളും അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്ന നിലയ്ക്ക് അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന പോലെ പുതുപ്പള്ളി മാറിയിരിക്കുക. അല്ല, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും റെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും ആൾക്കാരുടെ ഇടയിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്നും അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇന്നും ആൾക്കാരുടെ ഇടയിലാണ്. ആൾക്കാരിങ്ങനെ വന്ന് അത് അവരുടെ സ്നേഹവും അവരുടെ കരുതലും. അപ്പം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ കംപ്ലൈൻറ്റുകൾ പറയുന്ന പോലെ ഇന്നും കംപ്ലൈൻറ്റുകൾ പറയുന്നു. ഇന്നും ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണും. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മളൊക്കെ വിഷമം പറയാൻ ഇടം വേണ്ടേ? ഇപ്പം എല്ലാവരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അദ്ദേഹത്തിനോട് പറയാൻ പറ്റുമായിരുന്നു. ഈ പറഞ്ഞ പോലെ അദ്ദേഹം ആരോടും റിവീൽ ചെയ്യത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പ്രവർത്തകൻ വന്നിട്ട് പറഞ്ഞു, ഞാനിത് പറയുക ആരോടും പറയല്ലോ, ഉമ്മൻചാണ്ടി സാർ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയായിരുന്നു. അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞാൽ അത് സീൽഡ് ഫോർ എവറാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവിനും അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനോട് അത് തെറ്റിദ്ധരിക്കപ്പെടും. എൻ്റെ പിതാവ് തെറ്റിദ്ധരിക്കപ്പെട്ടു. അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആക്ഷേപം വന്നപ്പോഴും അദ്ദേഹം മിണ്ടിയില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമാണ് പുറത്ത് പറയലെന്ന് പറഞ്ഞു. നിവേദനമൊന്നുമല്ല, ഒരു കാര്യം പറഞ്ഞു, അത് കാര്യം ആരും അറിയരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവരുടെ തന്നെ അത് ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ മായ്ച്ചു, അത് എന്താ പറയുക, കീറിക്കളഞ്ഞു. അതിനെ വേറൊരു തരത്തിൽ വക്രീകരിച്ചു. അപ്പം
നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതായിരിക്കത്തില്ല ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾക്കപ്പുറം ഇന്ന് അദ്ദേഹം ജനങ്ങളോടൊപ്പം ഇന്നും ജീവിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തിനോടൊപ്പമാണെന്ന് കാണുമ്പോൾ സന്തോഷമാണ്. അതാണ് എനിക്ക് കിട്ടുന്ന അംഗീകാരവും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾ ഓരോരുത്തരും കിട്ടുന്ന അംഗീകാരവും അത് തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ആയി തീരാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ ഒരിക്കലും ആവത്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ പോലെ ആകുവാൻ ലോകത്തിൽ എനിക്കെന്തായാലും പറ്റത്തില്ല. വേറെ ആർക്കെങ്കിലും പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും പറ്റത്തില്ല. ഇപ്പം ഞാൻ എന്നെ തന്നെ ഇക്വേറ്റ് ചെയ്യുന്ന ഭരതനോടായിരിക്കും ആ കാര്യത്തിൽ. കാരണം ഭരതനൊരിക്കലും രാമനാവാൻ സാധിക്കത്തില്ല എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചെരുപ്പ് വെച്ച്. എനിക്കൊരിക്കലും ഉമ്മൻചാണ്ടിയാവാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും ബാക്കി വെച്ചിട്ടാണോ അദ്ദേഹം പോയത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവസാന കാലത്ത് പോലും ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ പോലും നിമിഷപ്രിയയുടെ മോചനത്തെക്കുറിച്ച് വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. വി മുരളീധരൻ അവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തോട് സംസാരിച്ചത് അതാണെന്ന് പറയുന്നുണ്ട്. അപ്പം താങ്കൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോളം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്ക് പക്ഷേ അത് ഒരു പൂർത്തീകരണത്തിലെത്തുവാൻ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം ഒരു കാര്യം മാത്രം സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ട് ഞാനും ശ്രീ സാജൻ ലത്തീഫും സംസാരിക്കുകയുണ്ടായി. അത് നിമിഷപ്രിയയെ ഹാങ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഫൈനലി അയാളുടെ ഒരു എഗ്രിമെൻ്റ് അന്ന് മേടിച്ചെടുക്കാൻ സാധിച്ചു. ഞങ്ങൾ ഓൺലൈനായിട്ട് സംസാരിച്ചൊരു മാറ്ററാണ്. അന്ന് അയാളത് എഗ്രി ചെയ്തു ഫൈനലി. ഞാൻ ഇന്ന് ഓർക്കുന്ന വെളുപ്പിന് 4 മണിക്കാണ് ഞാൻ അവരുടെ സമയം വെച്ച് സംസാരിച്ച് ആ എഗ്രിമെൻറ്റിലെത്തി. ഫൈനലി അയാളും കൂടെ ഒരു റീസണാണ് ആ ഹാങ്ങിങ് മാറ്റി വെക്കുവാൻ. അത് കഴിഞ്ഞ് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. വി ആർ വില്ലിങ് ടു പേ $1 million. $1 million കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് തിരുത്തുവാൻ തയ്യാറായിട്ടില്ല. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു ഫോറിൻ മിനിസ്റ്ററിന് ഒരു കത്തയച്ചു. സാധിക്കുമെങ്കിൽ എന്നെ യമന് പോകാൻ അലോ ചെയ്യണം. എനിക്കൊരു റെസ്പോൺസ് അവിടുന്ന് ഉണ്ടായിട്ടില്ല. ഹോപ്പ്ഫുള്ളി സെൻട്രൽ ഗവൺമെൻറ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ ബിസിനസ് പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ഈ കാര്യത്തിൽ ഇടപെടുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വിവിധ നേതാക്കന്മാരും ഇതിനകത്ത് ഇടപെട്ടു. അതുകൊണ്ടാണ് വി ആർ അറ്റ് ദിസ് പൊസിഷൻ. ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ പോസിബിലിറ്റിയിലുള്ള എല്ലാം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് സാജനെ അവർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എനിവേസ് ആ ഒരു തരത്തിൽ പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. പലതവണ ഇദ്ദേഹവുമായിട്ട് അതിനുശേഷം സംസാരിച്ചു. പക്ഷേ പിന്നെ അങ്ങോട്ട് ഈൽഡ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഈ വിൽ അക്സെപ്റ്റ് അവർ റിക്വസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ സമുദായങ്ങളുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ മതമേലധ്യക്ഷന്മാരായാലും ഇപ്പോൾ NSS ആയാലും ഒക്കെ വലിയ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആളാണ്. നമ്മൾ പലതരത്തിലുള്ള തർക്കങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ NSS SNDP യോഗത്തിനുള്ള ഐക്യത്തിനുള്ള ഒരു ശ്രമം നടന്നു. പക്ഷെ അത് പിന്നീട് പാളിപ്പോകുന്നതാണ് കണ്ടത്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി NSS ജനറൽ സെക്രട്ടറി വരുന്നതൊക്കെ കണ്ടു. പക്ഷേ താങ്കൾ ഇപ്പോഴും ഇത്തരത്തിലൊരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനപ്പുറമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് അപ്പുറമുള്ള ഒരു ബന്ധം ഇത്തരത്തിൽ സമുദായ നേതാക്കളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് ഒരുവിധം അടുപ്പമുണ്ട്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് പോയി കാണാൻ സാധിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരം പറയാൻ. കാരണം നമ്മൾ ഒരു ജൂനിയർ MLA ആണ്, സ്റ്റാർട്ടർ ഉള്ളി. പക്ഷേ എല്ലാവരുമായിട്ടും അടുപ്പവും സ്നേഹവുമാണ് എന്നുള്ള സംശയം. ഈ സമുദായ ഐക്യം അത് വേണമായിരുന്നു എന്ന് തന്നെയാണോ താങ്കളുടെ ഒരു തോന്നലുള്ളത്? സമുദായ ഐക്യങ്ങൾ തീർച്ചയായിട്ടും നാടിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അത് ഇവിടെ പ്രധാനപ്പെട്ട 3 മതങ്ങളാണുള്ളത്. പ്രധാനപ്പെട്ട ബാക്കി മതങ്ങളും ഉണ്ട്. ഈ 3 മതങ്ങളും ഒന്നിച്ച് വരണം, അതാണ് എൻ്റെ ആഗ്രഹം. ഈ 3 മതങ്ങളും ഒന്നിച്ച് വരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്, വിശ്വാസമാണ് എനിക്കുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അക്കാര്യത്തിൽ മതങ്ങളെപ്പറ്റി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിലിജൻസ് ആർ ജസ്റ്റ് ലാംഗ്വേജസ്. സം ആർ ഹിന്ദു, സം ആർ മുസ്ലിം, സം ആർ ക്രിസ്ത്യൻ. അപ്പം ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളതാണ് ഞാൻ അതിനകത്ത് കരുതുന്നത്. അപ്പം ഒന്നിക്കാൻ പിന്നെ കോമൺ പ്ലാറ്റ്ഫോമായി എല്ലാവരും ഈശ്വരവിശ്വാസികളാണ്, അവരവരുടെ രീതിയിൽ ദൈവത്തെ മാനിക്കുന്നു. അപ്പോൾ കോമൺ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഒന്നിച്ച് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം.
പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം, താങ്കൾ മത്സരിക്കാം എന്നുള്ള തീരുമാനം പാർട്ടിയും കുടുംബവും ഒറ്റക്കെട്ടായി എടുക്കുന്നു. നമ്മൾ ഈ മതമേലധ്യക്ഷന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ അടുത്തിടെ വന്ന ചർച്ചകൾ, താങ്കളുടെ സഹോദരി ഡോക്ടർ മറിയ അവരെയൊക്കെ സന്ദർശിക്കുകയും അതുപോലെ നിങ്ങൾ ഒരുമിച്ച് ദില്ലി യാത്ര നടത്തുകയൊക്കെ ചെയ്തപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താങ്കളുടെ സഹോദരിയും വരുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായി. അതിപ്പം ഞങ്ങൾ ഡൽഹി പോയത്, ഞങ്ങൾ ഒരുമിച്ച് ഡൽഹി പോയത് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഫാമിലി ഫ്രണ്ട്, അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ വലിയ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ റിസപ്ഷൻ ഡൽഹി വെച്ചു. അപ്പോൾ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു ഞാനും എൻ്റെ സഹോദരി എൻ്റെ അനന്തരവനും ചെല്ലണം. അപ്പോൾ ഞങ്ങളും അങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ TRPക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടി. അത്തരത്തിലൊരു ചർച്ചയോ ചിന്തയോ ഇപ്പോഴില്ല എന്നാണോ? അതല്ല, ഇതിപ്പം പാർട്ടി പറയുമ്പോൾ ആലോചിക്കുക. അങ്ങനെ ഒരു ആലോചന ഇപ്പം എനിക്കില്ല. ഞാൻ അത് അവരുമായിട്ട് സംസാരിച്ചു, സിസ്റ്ററുമായിട്ട് സംസാരിച്ചു. അവർക്കും അങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ അങ്ങനെ ആലോചന ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. അങ്ങനെ ആലോചന വരട്ടെ, അപ്പോൾ ആലോചിക്കാം. കാഞ്ഞിരപ്പള്ളിയിൽ മറിയുടെ പേരാണ് സജീവമായി കേൾക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലും എൻ്റെ അറിവിലില്ല. എൻ്റെ അറിവിൽ വരുമ്പോൾ എൻ്റെ സഹോദരിയോട് ചോദിച്ചപ്പോഴും പുള്ളിക്കാരത്തി അജ്ഞത പറഞ്ഞു, എന്താ ഇങ്ങനെ വരുന്നറിയത്തില്ലെന്ന് പറഞ്ഞു. പാർട്ടി എന്നോട് ആലോചിച്ചിട്ടില്ല. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ, പാർട്ടി ആലോചിക്കുമ്പോൾ അങ്ങനെ ആലോചന വന്നാൽ അപ്പോൾ ആലോചിക്കും. ഇപ്പം അങ്ങനെ ആലോചനയില്ല. ഇപ്പം ഇല്ലാത്ത ആലോചനയെക്കുറിച്ച് നമ്മൾ വെറുതെ സമയം കളയുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണത്തേത് ക്രൂഷ്യലാണ്. പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നാണ് UDF ലക്ഷ്യമിടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സീറ്റിൽ അനിവാര്യതയുണ്ട്. അങ്ങനെ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി വരണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ? ഹൈപ്പോത്തറ്റിക്കലായിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ മറുപടി പറയണോ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ചർച്ച ആസ് ഓഫ് നോ. ഞാൻ ഡൽഹിയിൽ പോയി ലീഡർഷിപ്പിനെ കണ്ടതാണ്, എല്ലാവരെയും കണ്ടതാണ്. ആരും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഇനി ആരൊക്കെയാണ് ബാക്കി മത്സരിപ്പിക്കാനുള്ളതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ രണ്ടാമത്തെ സഹോദരി മത്സരിപ്പിച്ചു, ഇപ്പോൾ മൂത്ത സഹോദരി മത്സരിപ്പിച്ചു. ഞാൻ പറഞ്ഞു അനന്തരവനെ കൂടി മാത്രമേ ഉള്ളൂ മത്സരിപ്പിക്കാൻ, ബാക്കി എല്ലാവരും മത്സരിപ്പിച്ചു. അതുകൊണ്ട് ആ ചർച്ച വരട്ടെ, ആ ചോദ്യം വരട്ടെ. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷന് ഞാൻ മറുപടി പറയുന്നില്ല. തീർച്ചയായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതായാലും താങ്കൾ തുടർ ഭരണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുകയാണ്. പുതുപ്പള്ളിയിലെ ജനങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. പുതുപ്പള്ളി MLA എന്ന നിലയ്ക്ക് താങ്കൾ എത്ര മാർക്കിടും? അത് ഞാൻ മാർക്കിടില്ല, ജനങ്ങൾ മാർക്കിടും. എത്ര മാർക്കിടുമെന്നാണ് കരുതുന്നത്? അത് ജനങ്ങൾ മാർക്കിടും. ഞാൻ എൻ്റെ ഇലക്ഷനിൽ ഞാൻ മാർക്കിടുന്ന കാര്യം ഞാൻ പറഞ്ഞു, അത് ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഈ കാര്യത്തിലും ജനങ്ങൾ തീരുമാനിക്കണം. കാരണം ഞാൻ ജയിച്ച സന്ദർഭങ്ങളുണ്ട്, പരാജയപ്പെട്ട സന്ദർഭങ്ങളുണ്ട്, ഒരു മിഡിൽ പാത്തിലൂടെ പോയ സാഹചര്യമുണ്ട്. അപ്പം അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എങ്ങനെ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. നമ്മൾ വീണ്ടും ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട വിഷയമൊക്കെ നമുക്കറിയാം. ഒരു BJP ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വോട്ട് ശതമാനമൊക്കെ നോക്കുമ്പോൾ അത്തരം ഒരു നീക്കം അല്ലെങ്കിൽ ഒരു വലിയ നീക്കം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് കരുതുന്നില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഏതാണ്ട് 15% വോട്ട് BJP നേടുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണക്ക് കൂട്ടലുകളും സർവേകളൊക്കെ വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ എത്തി പ്രചാരണം നടത്തുമെന്ന് പറയുന്നു. A ക്ലാസ് മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളെ അവർ ഉടൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നേരത്തെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ ആയത് ഹൈപ്പോത്തറ്റിക്കൽ. എന്താണ് BJPക്ക് കാണിക്കാനുള്ളത്? കേരളത്തിലെ ജനങ്ങളോട് മാത്രം പറഞ്ഞാൽ മതി. ആമ വളർത്തൽ കേന്ദ്രമാണോ BJP കാണിക്കാനുള്ളത്? ഇവിടെ അവരുടെ മുൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഏതാ, നമ്മുടെ ശ്രീധരൻ സാർ, അദ്ദേഹം ഇവിടെ ഹൈ സ്പീഡ് കോറിഡോർ തുടങ്ങാൻ വേണ്ടി ഓഫീസ് തുറന്നു വെച്ചപ്പോൾ ആമ വളർത്തൽ കേന്ദ്രം പ്രഖ്യാപിച്ച മന്ത്രിസഭയാണോ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുക? ആ മന്ത്രിസഭയുടെ പാർട്ടിക്കാണോ വോട്ട് ചെയ്യുക? ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്തില്ല. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയത്തിനപ്പുറമാണെന്ന് വേണേൽ പറയാം. കാരണം പോസിറ്റീവായിട്ടൊരു അജണ്ട അവർ സെറ്റ് ചെയ്യട്ടെ. അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, അപ്പോൾ ഞങ്ങൾ വികസനം തരാം. അങ്ങനൊരു രാഷ്ട്രത്തിൻ്റെ നേതാവിനോ രാഷ്ട്രത്തിൻ്റെ പാർട്ടിക്കോ പറയാൻ പറ്റുമോ ഒരു സംസ്ഥാനത്തോട്? അവർ നമ്മൾ ഏത് പാർട്ടി ഇടതുപക്ഷത്തെ വിശ്വസിച്ചാലും കോൺഗ്രസ് വിശ്വസിച്ചാലും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിലും BJPയുടെ മുഖ്യമന്ത്രിയാണെങ്കിലും കേരളത്തിൻ്റെ CPMൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിലും അവർ തുല്യനീതി കാണിക്കണ്ടേ? BJP ഭരിക്കുന്ന സംസ്ഥാനത്തോട് കാണിക്കുന്ന പോലെ തന്നെ കേരളത്തിനോടും കാണിക്കണ്ടേ? അല്ലെങ്കിൽ അത് ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനമാകത്തില്ലേ? ഇത് ജനങ്ങൾ കാണുമല്ലേ? ആമ വളർത്തൽ കേന്ദ്രം തന്ന് കേരളത്തെ അവമാനിച്ചില്ലേ? പിന്നെ എങ്ങനെയാണ് BJPക്ക് വോട്ട് ചെയ്യുക? ഇപ്പോൾ എല്ലാ MLAമാരും 140 MLAമാരെ വീട്ടിലോട്ട് വികസന മാർച്ച് നടത്തുക. ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്താണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് തന്നത്? എവിടെ എയിംസ്? എവിടെ? കോട്ടെ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരികയാണ്. കേരളത്തിൽ തുടങ്ങിയോ? കേരളം ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമല്ലേ? അടുത്ത വർഷം ബ്രിക്സിൻ്റെ സമ്മേളനം ഇവിടെ നടക്കാൻ പോവുകയാണ് പ്രിവെൻറ്റീവ് മെഡിസിനിൽ.
ഞാൻ അതിനകത്ത് എന്നെയാണ് എൻ്റെ കൺവീനറായിട്ട് വെച്ചിരിക്കുന്നത്. എന്താണ് ലോകത്തിൽ പല രാജ്യങ്ങൾക്ക് കേരളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി, എന്താണ് ഈ ഗവൺമെൻറ് മനസ്സിലാകാത്തത്? നമ്മളൊരു ഭാഗത്ത് കാണുന്നത് ഇത്തരത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണമാണ് കാണുന്നത്. ഇപ്പോൾ മറുഭാഗത്ത് അരമനകളിൽ കേക്കുമായി എത്തുന്നതുമാണ് കാണുന്നത്. അതിപ്പം അവരുടെ ഒരു ഡുവൽ പോളിസി, ഈ പല ബ്രിട്ടീഷ് വൈസ്രോയിമായും ഫോളോ ചെയ്തൊരു പോളിസി ഉണ്ട്, ഡ്യുവൽ പോളിസി. ഒരു സ്ഥലത്ത് ഒരു അപ്രോച്ചാണെങ്കിൽ അടുത്ത സ്ഥലത്ത് മറ്റൊരു അപ്രോച്ച്. അവർക്ക് എവിടെയാണോ കാര്യം സാധിക്കുക ആ അപ്രോച്ച് എടുക്കുക. കേരളത്തിൽ ആ ഒരു കാര്യസാധ്യം ഉണ്ടാവില്ല എന്നാണ്. ഒന്നും ഉണ്ടാകുന്നില്ല. കേരളത്തിൽ ജനങ്ങൾ കാണുന്നില്ലേ? ഇതിനകത്ത് ഏതൊക്കെ മതം നോക്കിയാണോ എല്ലാവരും മനസ്സിലാക്കുന്നില്ലേ എന്താണ് കേരളത്തിനോട് സമീപനം? കേരളത്തിൻ്റെ പേര് മാറ്റം അംഗീകരിച്ചാൽ കേരളത്തെ മൊത്തം കാര്യങ്ങളും പൂർത്തിയായെന്നാണോ സർക്കാർ വിചാരിക്കുന്നത്, കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്? അതുകൊണ്ട് ആമ വളർത്തൽ കേന്ദ്രം തന്ന പാർട്ടിക്ക് കേരളത്തിലെ ഒരാളും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സംഘടനാ കാര്യങ്ങളിൽ ചാണ്ടി ഉമ്മൻ ഇടപെടാറുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അബിൻ വർക്കിയെ പരിഗണിക്കാത്തതിൽ താങ്കൾ ഈ രീതിയിൽ വിയോജിപ്പ് അറിയിച്ചിരുന്നു. അതിനുശേഷം താങ്കൾക്കെതിരെ പാർട്ടിയിൽ ഒരു പടയൊരുക്കമുണ്ടായി എന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഇത് നേരത്തെ ചോദിച്ച ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഇതൊരു മാധ്യമ സൃഷ്ടിയാണ്. രണ്ട് തരത്തിലാണ് നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. ഒന്ന് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, രണ്ട് മാധ്യമ. ഇതൊക്കെ താങ്കൾക്കെതിരെ നടന്നിരുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അടുത്തിടെ ഉണ്ടായ ചർച്ചകളാണ്. അതൊരു മാധ്യമ സൃഷ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സൃഷ്ടി മാത്രമാണ്. കാരണം ഞാനെന്താ ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനം എന്തായാലും ആരാണെങ്കിലും അംഗീകരിക്കണം. എൻ്റെ പിതാവ് മരിച്ച ദിവസമാണ് എന്നെ എൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. വേറെ ദിവസമായിരുന്നു എനിക്ക് വിഷമം ഉണ്ടാവില്ല. ആ വിഷമം പോലും ഞാൻ പ്രകടിപ്പിച്ചില്ല. കാരണം പാർട്ടിയാണ് വലുത്. അത് എല്ലാവർക്കും ബാധ്യസ്ഥയാണ്. എല്ലാവരും ബാധ്യതയുള്ളവരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒറ്റ പ്രശ്നമേ ഉണ്ടായുള്ളൂ. എൻ്റെ ബോഡി ലാംഗ്വേജ് അത് ഒരു എന്താ പറയുക, ഒരു അറ്റാക്കിംഗ് മോഡിലായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ, എൻ്റെ പുറകിൽ ഭയങ്കര സൗണ്ടാണ്. ഞങ്ങളുടെ പരിപാടി അവിടെ ശ്രീ രമേശ് ചെന്നിത്തല വന്നിട്ട് ഒരു പരിപാടി നടത്തി, അതിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാൻ ഒച്ചയ്ക്ക് പറയുക. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതിനെ പാർട്ടി അറ്റാക്ക് ചെയ്യുന്നതാക്കി അങ്ങ് വരുത്തി തീർത്തുകയാണ്. അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. എൻ്റെ ഫാദറിൻ്റെ ഓർമ്മ ദിവസം എന്നെ മാറ്റിയിട്ട് ഞാൻ എതിർക്കാത്ത ആളാണ്, എതിര് പറയാത്ത ആളാണ്. പിന്നെ ഞാനിപ്പോൾ എന്തിനാ എതിര് പറയുന്നത്? ഞാൻ പരസ്യമായിട്ട് എൻ്റെ പാർട്ടി ഒരിക്കലും ഞാൻ എതിര് പറയില്ല. എങ്ങനെ എതിര് പറയാൻ പറ്റും? എൻ്റെ പാർട്ടിയാണ് എനിക്ക് എല്ലാം തന്നത്. എൻ്റെ ഫാദറിനെ 53 വർഷം MLA ആക്കി നിർത്തിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ പാർട്ടിയാണ് ഞാൻ ആവശ്യപ്പെടാതെ എന്നെ MLA ആക്കിയത്. ഇന്ന് ഈ പാർട്ടി എന്നോട് പറയുകയാണ് രാജിവെക്കണം, അല്ലെങ്കിൽ മാറി നിൽക്കണം, മറ്റൊരാൾക്ക് വേണ്ടി മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മാറി നിന്നിരിക്കും. എനിക്കതിനകത്ത് വേറെ ചോദ്യമില്ല. കാരണം എൻ്റെ കുടുംബത്തെ ഇത്രയും നാൾ പൊതുജനത്തിൻ്റെ സേവനത്തിന് നിലനിർത്തിയത് എൻ്റെ പാർട്ടിയാണ്. അതാണ് എൻ്റെ സമീപനം. അതെല്ലാവരും എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇപ്പം കഴിഞ്ഞ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതിനെ ഇതേപോലെ വളച്ചൊടിച്ചു. ഞാൻ ക്രൈസ്തവർക്കെതിരെ പറഞ്ഞു എന്നായി. ഞാനൊരു സമുദായത്തിനെതിരല്ല, ഞാൻ എല്ലാ സമുദായങ്ങളും വേണമെന്നുള്ളത്. ഞാൻ ക്രൈസ്തവ സമുദായത്തിനെതിരാണെന്നും ചാണ്ടി ഉമ്മർ എന്ന് വരെ പേരിട്ട് ഇതാക്കി. പക്ഷെ ഞാൻ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ തർക്കിക്കുന്നത് എന്തിനാ? നമ്മൾ 2000 വർഷം ആയിട്ട് ഒന്നിച്ച് ജീവിക്കുക. നമ്മൾ 200, 300, 400 വർഷത്തെ ചരിത്രമല്ല ഈ രാജ്യത്തിനും സംസ്ഥാനത്തിനുള്ളത്. ഇവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സംസ്കാരം. അപ്പം നമ്മളെല്ലാം ഒന്നും ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എന്തായി, ഞാൻ ക്രൈസ്തവർക്കെതിരായെന്ന രീതിയിൽ പറഞ്ഞു വരുത്തി. ഇങ്ങനെയുള്ള മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻസ് ഇന്ന് നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ ദുഃഖസത്യം. ഒരു സൈബർ അറ്റാക്ക് എന്ന രീതിയിൽ പലപ്പോഴും താങ്കൾ എന്ത് പ്രസ്താവന നടത്തിയാലും അതിന് പിന്നാലെ സൈബർ ആക്രമണമാണ്. അതിൻ്റെ പിന്നാലെ സൈബർ ആക്രമണമാണ്. ഞാൻ ഒരു ദിവസം എൻ്റെ ഫാദറിൻ്റെ അനുസ്മരണത്തിൽ അതനുബന്ധിച്ച് ലീഡർഷിപ്പ് സമ്മിറ്റ് നടത്തി. അപ്പോൾ അതിനെ മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ ഞാനാണ് സ്വാഗതം പറഞ്ഞത്. ഞാൻ സ്വാഗതം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെപ്പറ്റി 2 നല്ല വാക്ക് പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഫാദറിനെ ചതിച്ചയാളെ ഞാൻ പിന്തുണച്ചു എന്ന് പറഞ്ഞ അടുത്ത വാർത്ത. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടിക്ക് വരുമ്പോൾ, ഗസ്റ്റായിട്ട് അദ്ദേഹം വരുമ്പോൾ, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. CPM നേതാവ് മാത്രമല്ലല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി കൂടിയാണ്. ആ ആദരവ് ഞാൻ കാണിക്കണ്ടേ? അദ്ദേഹം വേറൊരു പാർട്ടിയാന്ന് പറഞ്ഞ് വേറൊരു രാജ്യക്കാരനല്ല, എൻ്റെ ശത്രുവല്ല. എനിക്ക് CPMനോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല പാർട്ടികളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അത് രാഷ്ട്രീയമാണ്. വ്യക്തിപരമായ നിലയിൽ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിൽ ഞാൻ എന്നും ഉറച്ചു നിന്നിട്ടുണ്ട്. അത് ഞാൻ മറത്തുമില്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചതിന്. വിവിധ വിഷയങ്ങളിൽ നമ്മൾ സംസാരിച്ചു. ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
അടുത്ത ഭരണം UDF നേടുമെന്ന് താങ്കൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. പക്ഷേ ആരാകും മുഖ്യമന്ത്രി എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഹൈപ്പോത്തറ്റിക്കൽ ഇത് പറയരുത്, പക്ഷേ പല നേതാക്കന്മാരുടെയും പേരുകൾ കേൾക്കുന്നു. അങ്ങനെ ഒരു തർക്കം പാർട്ടിയിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും തർക്കം കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ എവിടെയെങ്കിലും തർക്കം കേൾക്കുന്നുണ്ടോ? ഒരിടത്തും തർക്കമില്ലല്ലോ. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എന്നും കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഇതാണ്. ഇതിന് 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫാദർ മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പിൽ ഞാൻ കൊടുത്ത ഒറ്റ ഉത്തരവേ ഉള്ളൂ, പാർട്ടി തീരുമാനിക്കും. പാർട്ടി MLA മാരോട് ചോദിച്ചിട്ട് പാർട്ടി തീരുമാനിക്കും. അന്ന് പാർട്ടി തീരുമാനിച്ചത് എൻ്റെ ഫാദറിനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാർട്ടിക്കെല്ലാം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. കോൺഗ്രസ് അങ്ങനെയാണ്. ഞങ്ങൾക്കെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെയാണ്, ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെയാണ്, മല്ലികാർജ്ജുന ഖർഗെയുടെയാണ്. അപ്പം അവരെ ഫൈനൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ട കാര്യമുണ്ടോ? അപ്പം MLA മാരുടെ ഒപ്പം തന്നെ പാർട്ടിക്കാണ് ഫൈനൽ സേ. പാർട്ടി ഒരിടത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ഇപ്പം നമ്മളതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? അത് ഡൽഹി തീരുമാനിക്കും ആര് വേണമെന്ന്. തെരഞ്ഞെടുപ്പിലെ UDFന്റെ പ്രതീക്ഷകൾ, തന്റെ നിലപാടുകളൊക്കെ വിശദീകരിക്കുകയായിരുന്നു ശ്രീ ചാണ്ടി ഉമ്മൻ. വളരെയധികം നന്ദി പോഡ്കാസ്റ്റിൽ പങ്കെടുത്തു. താങ്ക് യു.